ഈ ഭൂമിയിലെ ഓരോ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും അതിൻ്റെതായ ജനിതക ഘടനയുണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ ഈ ജനിതക ഘടനയിൽ മാറ്റം വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഏതെങ്കിലും ഒരു ജീവിക്ക് ഒരു തലക്ക് പകരം രണ്ട് തല വന്നാൽ എങ്ങനെയിരിക്കും? ഇത്തരത്തിൽ ജനിതക മാറ്റം സംഭവിക്കുന്നതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ വിചിത്രമായ രീതിയിൽ മ്യൂട്ടേഷൻ സംഭവിച്ച ചില ജീവികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ദ വൺ ഐഡ് ക്യാറ്റ്. നമ്മുടെ ഇടയിൽ തന്നെ പൂച്ചകളെ ഇഷ്ടമില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. കാരണം അവ അത്രയും ഓമനത്തുമുള്ളവയാണ്. എന്നാൽ 2012 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു പൂച്ചയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സാധാരണ പൂച്ചക്കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് 2 കണ്ണുകൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഈ പൂച്ചക്കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ പൂച്ചക്കുഞ്ഞിന് ഒരു കണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കണ്ണില്ലാത്തതുപോലെ ഇതിന് മൂക്കും ഉണ്ടായിരുന്നില്ല അത്രേ. അതിനാൽ തന്നെ ഇതിന് ശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ജനിച്ച് ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഇതിന് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ഏതായാലും നിങ്ങളാണ് ഈ പൂച്ചക്കുട്ടിയെ ആദ്യമായി കണ്ടിരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. ടു ഹെഡഡ് സ്നേക്ക്. നമ്മുടെ ഇടയിൽ പാമ്പുകളെ പേടിയില്ലാത്തവർ വളരെ ചുരുക്കമായിരിക്കും. പാമ്പെന്ന് കേട്ടാൽ തന്നെ കണ്ടം വഴി ഓടുന്നവരായിരിക്കും നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ 2 തലയുള്ള പാമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ ഇനി കാണാൻ പോകുന്നത് മ്യൂട്ടേഷൻ കാരണം 2 തലയുമായി ജനിച്ച ഒരു പാമ്പിനെയാണ്. ഈ സംഭവം നടക്കുന്നത് 1999 ഇത് ആൽബിനോ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പാണ്. ഈ പാമ്പിനെ സെന്റ് ലൂയിസിലെ വേൾഡ് അക്വേറിയത്തിലെ ഗവേഷകർ $15,000 കൊടുത്ത് വാങ്ങിക്കുകയായിരുന്നു. എന്നാൽ ആ പാമ്പ് ഉടനെ തന്നെ ചത്തുപോകുമെന്നാണ് അവർ കരുതിയിരുന്നത്. എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ പാമ്പ് 8 വർഷക്കാലം ആ വേൾഡ് അക്വേറിയത്തിൽ ജീവിച്ചു. ഈ പാമ്പിനെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് സെന്റ് ലൂയിസിലെ വേൾഡ് അക്വേറിയത്തിലേക്ക് എത്തിയതെന്നാണ് കണക്കുകൾ. ഈ പാമ്പിന് ആൺപാമ്പിന്റെയും പെൺപാമ്പിന്റെയും പ്രത്യുൽപാദന അവയവം ഉള്ളതിനാൽ ഇതിന്റെ ലിംഗഭേദം ഏതാണ് എന്നതിൽ വ്യക്തതയില്ല. എന്നാൽ ഈ പാമ്പിന് 2 തലച്ചോറുകൾ ഉണ്ടായിരുന്നു അത്രേ. ദ മങ്കി പിഗ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സെൻട്രൽ ക്യൂബയിലെ സിയാഗോഡ വില്ല എന്ന സ്ഥലത്ത് ജനിച്ച കുരങ്ങ് മുഖമുള്ള ഒരു പന്നിയെയാണ്. ഇതിനെ കാണാൻ ഒരേ സമയം പന്നിയെ പോലെയും കുരങ്ങിനെ പോലെയും നമുക്ക് തോന്നും. ചിലർ വിശ്വസിക്കുന്നത് ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചതല്ല, മറിച്ച് സെൻട്രൽ ക്യൂബയിലെ പൊല്യൂഷനാണ് ഇതിന് കാരണമെന്നാണ്. എന്നാൽ ഈ ജീവിക്ക് വെറും 4 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് സത്യം. ചൈനയിലും ഇതുപോലത്തെ ഒരു പന്നിക്കുട്ടി ജനിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നതിൽ വ്യക്തതയില്ല. ദ ഗോട്ട് വിത്ത് 8 legs. 2014 ക്രൊയേഷ്യയിലെ ഒരു കർഷകന്റെ വീട്ടിൽ സർക്ക എന്നു പേരുള്ള അയാളുടെ ഒരു ആട് പ്രസവിച്ചു. അത്ഭുതമെന്തെന്നാൽ അതിൽ ഒരു ആട്ടിൻകുട്ടിക്ക് 8 കാലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ആ ആട്ടിൻകുട്ടിക്ക് ആണാടിന്റെയും പെണ്ണാടിന്റെയും ലിംഗവും ഉള്ളതായി കണ്ടെത്തി. 2 ഇരട്ട ആടുകൾ കൂടിച്ചേർന്നത് കൊണ്ടാകാം ഇങ്ങനെ 8 കാലുകളുള്ള ഈ ആട്ടിൻകുട്ടി ജനിക്കാൻ കാരണമായത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്നാൽ പിന്നീട് ഈ ആടിന് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തതയൊന്നുമില്ല. ദ വിങ്ഡ് ക്യാറ്റ്. നമുക്കറിയാമല്ലോ, പൊതുവെ ചിറകുകൾ കാണപ്പെടുന്നത് പക്ഷികൾക്കാണ്. എന്നാൽ ഈ ചിറകുകൾ ഒരു പൂച്ചയ്ക്ക് വന്നാൽ എങ്ങനെയുണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ച ഒരു പൂച്ചയെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലോകത്തെമ്പാടുമായി 140-ൽ പരം പൂച്ചകൾക്ക് ഇങ്ങനെ ചിറകുകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി ഇങ്ങനെ ചിറകുകളുള്ള പൂച്ചയെ കണ്ടെത്തുന്നത്. അതിനുശേഷം പിന്നീട് 2007 ചൈനയിലാണ് ഇങ്ങനെ ഒരു സംഭവം വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ജനിക്കുമ്പോൾ തന്നെ ഇവയ്ക്ക് ചിറകുകൾ ഉണ്ടാവാറില്ല, മറിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ ചിറകുകൾ ഇവയുടെ ദേഹത്ത് കാണപ്പെടുന്നത്. ആൺപൂച്ചകൾ ഈ ചിറകുകൾ കൊണ്ട് പെൺപൂച്ചകളെ ആകർഷിക്കാറുമുണ്ട്. ജനിതക വൈകല്യം കാരണം മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ഒരുതരം രോഗം കാരണമാണ് പൂച്ചകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ഈ ചിറകുകൾ കൊണ്ട് അവയ്ക്ക് പറക്കാൻ സാധിക്കില്ലെങ്കിലും പക്ഷികൾ ചിറകടിക്കുന്നത് പോലെ ചിറകടിക്കാൻ ഇവകൾക്ക് കഴിയും. ഫ്രോഗ് വിത്ത് 6 legs. നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് 6 കാലുകളും 2 തലകളുമുള്ള ഒരു തവളയാണ്. UK-യിലെ ഒരു കടൽ തീരത്തിനടുത്തുള്ള റിസോർട്ടിലെ തോട്ടത്തിൽ നിന്നാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഗവേഷകർ ആ തവളയെ പിടിച്ചെങ്കിലും 2 ദിവസത്തിന് ശേഷം ഇതിനെ കാണാതാവുകയായിരുന്നു.
എന്നാൽ ചിലർ വിശ്വസിക്കുന്നത് ഇത് ഒരു തവളയല്ല, മറിച്ച് 3 തവളകൾ ഒന്നിനു പുറത്ത് ഒന്നായി ഇണചേരാൻ വേണ്ടി പിടിച്ചിരിക്കുന്നതാണത്രേ. എന്നാൽ ഇത് ഈ തവള ജനിച്ച വെള്ളത്തിന്റെ അവസ്ഥ മൂലമാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ പിന്നീട് ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബയോസ്റ്റീൽ ഗോട്ട്. നമുക്കറിയാമല്ലോ, മ്യൂട്ടേഷൻ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇനി പറയുന്ന മ്യൂട്ടേഷൻ USA യൂണിവേഴ്സിറ്റി ഓഫ് വ്യോമിങ്ങിലെ ചില ഗവേഷകർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ഇവിടെ ഗവേഷകർ ചിലന്തികളിൽ കാണപ്പെടുന്ന ചിലന്തി ജീൻ എടുത്ത് ആടുകളിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ആടുകളിൽ നിന്ന് ലഭിക്കുന്ന പാലിൽ ഒരു പ്രത്യേക തരം പ്രോട്ടീൻ ഉള്ളതായി കണ്ടെത്തി. ഈ പ്രത്യേക പ്രോട്ടീനിൽ നിന്നാണ് ബയോസ്റ്റീൽ അഥവാ ജൈവോരുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ബയോസ്റ്റീൽ സാധാരണ സ്റ്റീലിനേക്കാളും 10 മടങ്ങ് ബലമുള്ളവയായിരിക്കും. ഈ ബയോസ്റ്റീലിന്റെ സവിശേഷത എന്തെന്നാൽ ഇതിനെ ഇതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്ന് 20 മടങ്ങ് അധികം വലിച്ചു നീട്ടാൻ കഴിയും എന്നുള്ളതാണ്. കൂടാതെ ഇതിന് എത്ര വലിയ താപനിലയും അതിജീവിക്കാനുമുള്ള കഴിവുമുണ്ട്. ഈ ബയോസ്റ്റീൽ കൊണ്ട് കാറുകളുടെ എയർ ബാഗ്, ബുള്ളറ്റ് പ്രൂഫ് സൂട്ട് കൂടാതെ കൃത്രിമമായ എല്ലുകളും ഇതുകൊണ്ട് നിർമ്മിക്കാൻ കഴിയും. ഇതുവരെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റുകളൊന്നും തന്നെ ഈ ആടുകളിൽ കണ്ടെത്തിയിട്ടുമില്ല. 2-faced ക്യാറ്റ്. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഫ്രാങ്കൻലോയി എന്നു പേരുള്ള 2 മുഖമുള്ള ഒരു പൂച്ചയെയാണ്. ഈ പൂച്ചയ്ക്ക് 3 കണ്ണുകൾ ഉണ്ടായിരുന്നത്രേ. ഇതിന്റെ നടുവിലത്തെ കണ്ണാണ് ഇതിന്റെ 2 മുഖത്തെയും വേർതിരിക്കുന്നത്. ഇതിന് 2 വായുണ്ടെങ്കിലും ഇതിന്റെ ഒരു വായ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിന് 2 മൂക്കുകളുമുണ്ട്. എന്നാൽ ഇതിന് ഒരു തലച്ചോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ ഓണേഴ്സ് ഇത് ജനിച്ചപ്പോൾ വിചാരിച്ചത് ഇത് കുറച്ച് നാളുകൾ മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നാണ്. അങ്ങനെ ഈ പൂച്ചയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഇതിന്റെ ഉടമസ്ഥർ ഇതിനെ USA ടഫ്റ്റ്സ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള വെറ്റിനറി സ്കൂൾ ഓഫ് മെഡിസിൻസ് എന്ന സ്ഥാപനത്തിലേക്ക് കൈമാറുകയായിരുന്നു. ഇതിന് ഏതാനും ആഴ്ചകൾ മാത്രമേ ആയുസ്സുണ്ടാകൂ എന്നാണ് അവരും കരുതിയിരുന്നത്. എന്നാൽ അവരുടെ എല്ലാം കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഇത് 15 വർഷത്തോളം ജീവിച്ചു. ഇന്നിതിന്റെ പേരിലാണ് കൂടുതൽ വർഷങ്ങൾ ജീവിച്ച 2 മുഖമുള്ള പൂച്ച എന്ന വേൾഡ് ഗിന്നസ് റെക്കോർഡ് നിലനിൽക്കുന്നത്. തുടർന്ന് ഇതിന് ക്യാൻസർ ഉണ്ടായതിനാൽ 2013 ഇതിന്റെ ഉടമസ്ഥർ തന്നെ ഇതിനെ ദയാവധം ചെയ്യുകയായിരുന്നു.